ശബരിമലയിൽ ആശങ്ക തീർത്ത അസാധാരണ തിരക്ക്. ഭക്ഷണവും വെള്ളവുമില്ലാതെ ഭക്തർ കാത്തു നിൽക്കേണ്ടി വന്നത് 15ഓളം മണിക്കൂർ. തിരക്ക് കുറയ്ക്കാൻ അടിയന്തര ഇടപെടൽ. സ്പോട്ട് ബുക്കിംഗ് 20,000-ആയി കുറച്ചു. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് ദേവസ്വം ബോർഡും പോലീസും. സർക്കാർ പരാജയമെന്നും ഹൈക്കോടതി ഇടപെടണമെന്നും വി.ഡി. സതീശൻ. ശബരിമലയിൽ മുന്നൊരുക്കങ്ങൾ ആകെ പിഴച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്ക് മൂലം ഉദ്യോഗസ്ഥരുടെ യോഗം പോലും വിളിക്കാനായില്ല. NDRF സംഘം എത്തിയില്ല. ജീവനക്കാർക്കുള്ള മെസ് വരെ തുടങ്ങിയില്ല. ആവശ്യത്തിന് വോളണ്ടിയർമാരുമില്ല. യോഗം വിളിക്കാൻ അനുമതി തേടുമെന്ന് ദേവസ്വം മന്ത്രി. മോദിയെ പുകഴ്ത്തി വീണ്ടും ശശി തരൂർ. ഗോയങ്ക പരമ്പരയിലെ പ്രസംഗം മികച്ചതെന്ന പ്രശംസ. തരൂരിനെതിരെ രൂക്ഷ വിമർശനം തുടർന്ന് MM ഹസൻ. പാർട്ടി വിടുന്നതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ് പാർട്ടിക്കുള്ളിൽ തരൂർ നടത്തുന്നതെന്ന് ഹസൻ. SIR-നെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നടപടികൾ തടയണമെന്ന ആവശ്യം. ഹർജിയുമായി KPCC-യും കോടതിയിൽ. BLO-യുടെ ആത്മഹത്യയിൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം. ആവശ്യമെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തും. ബീഹാറിലെ വൻ തോൽവിക്ക് പിന്നാലെ ഇന്ത്യ സഖ്യം ഉലയുന്നു. കോൺഗ്രസിന്റെ നേതൃത്വം ചോദ്യം ചെയ്ത പാർട്ടികൾ. ബീഹാറിൽ NDA നിയമസഭാ കക്ഷി യോഗം ചേരും. കുടുംബകാര്യങ്ങൾ വീട്ടിൽ പരിഹരിക്കുമെന്ന് ലാലു പ്രസാദ് യാദവ്. കോഴിക്കോട്ടെ VM വിനുവിന്റെ വോട്ടിൽ വിവാദം തുടരുന്നു. 2020-ലെ വോട്ടർ പട്ടികയിലും പേരില്ല. വോട്ട് ചെയ്തെന്ന് വിനു. പിന്നിൽ ഗൂഢാലോചനയെന്ന് കോൺഗ്രസ്. ആര് വേണമെങ്കിൽ പറഞ്ഞ വോട്ട് ചെയ്ത് എനിക്കല്ല അറിയാം. ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വൈഫ് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. വൈഷ്ണ സുരേഷ് മത്സരിക്കുന്നതിൽ തീരുമാനം നാളെ. കേരളത്തിൽ വീണ്ടും ശക്തമായ മഴ. കന്യാകുമാരി കടലിനു മുകളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടിമിന്നലിനും കാറ്റിനും സാധ്യത.